സ്വാമി ശരണം. ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയറുകയാണ്. അത് പിണറായി സഖാവിനോട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് കരുതി വന്നതാണ്. ബഹുമാനപ്പെട്ട പിണറായി സഖാവെ, അങ്ങിപ്പോൾ കേരള മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി അല്ല എന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ ആക്രമണം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത്? എത്ര പേർക്കാണ് ഈ ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടായത്? എത്ര പേർക്കാണ് പരിക്ക് പറ്റിയത്? എവിടെയൊക്കെ ആണ് ആഘോഷം മുടങ്ങിയത്? എത്ര രൂപയുടെ മുതലാണ് ഇവിടെ നശിച്ചത്? അങ്ങ് ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ നിങ്ങൾ കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഗവൺമെന്റ് സ്കൂളിൽ പുൽക്കൂട് തകർത്തില്ലേ? ആരാണ് തകർത്തത്? വല്ല പിടിയുമുണ്ടോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത്, അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രീതി അല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളും തന്നെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ എല്ലാവരും ഒരുക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ എന്നു മുതലാണ് ഇങ്ങനെ പുൽക്കൂട് ഒരുക്കി അവ ക്രിസ്മസ് തീരുന്നത് വരെ സൂക്ഷിക്കാൻ തുടങ്ങിയത്? അതിന് സ്കൂൾ അധികൃതരുടെ ന്യായം കേട്ടു. വെള്ളിയാഴ്ച കുറച്ച് കുട്ടികൾക്ക് വരാൻ പറ്റിയില്ല അത്രേ, അവർക്ക് കാണാൻ സൂക്ഷിച്ചതാണത്രേ. അല്ല, അവരിനി എന്നാണോ ഈ സ്കൂളിൽ വരിക? ഈ സ്കൂൾ തുറക്കുന്ന ദിവസം അല്ലാതെ ഒന്ന് പറയാമോ? ഈ ഗവൺമെന്റ് സ്കൂളിലെ കരോൾ തടഞ്ഞില്ലേ? തടഞ്ഞോ? അതോ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണോ ചെയ്തത്? അല്ല, ഇതിനൊരു വ്യക്തത നിങ്ങൾ തന്നെ വരുത്തണം. ഈ റോഡിൽ കുട്ടികളുമായി കരോൾ നടത്താൻ ആരനുവാദം തന്നു? ശ്രീകൃഷ്ണ ജയന്തിക്ക് നിങ്ങൾ ശോഭായാത്ര നടത്തുമോ? ഇവയാണ് ഈ ആക്രമികമായ ചോദ്യങ്ങൾ എന്നോർക്കണം. തടഞ്ഞ പരിപാടി അന്ന് നടന്നോ? അതോ പേടിച്ചവർ ഓടിപ്പോയോ? എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് അവർ തടഞ്ഞത്? ശരിക്കും ഈ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ വേഷം കെട്ടിച്ച് തെരുവിലിറക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം ഉണ്ടായിരുന്നോ? കുട്ടികളെ താലപ്പൊലി എടുപ്പിക്കരുത് എന്നുവരെ തിട്ടൂരമുള്ള നമ്മുടെ നാട്ടിൽ ഈ തെരുവിലെ കരോൾ അനുവദനീയമാണോ? ഇത് ചോദിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഉള്ളവർക്കില്ലേ? ഈ ആലപ്പുഴയിൽ ആഘോഷത്തിന് നേരെ ആക്രമണം ഉണ്ടായില്ലേ? എന്താഘോഷമാണ് അവിടെ നടന്നത്? കോഴിക്കോട് ഒരു സ്കൂളിൽ ഉടമസ്ഥനായ മാനേജർ ഗണപതി ഹോമം നടത്തിയപ്പോൾ അത് തടഞ്ഞ് തെറി വിളിച്ച് ചവിട്ടി തെറിപ്പിച്ചവർ അറസ്റ്റിലായില്ല. പകരം ഹോമം നടത്തിയ തിരുമേനിയും മാനേജറും ഒക്കെ കസ്റ്റഡിയിലായി. പാലക്കാട് നല്ലേപ്പിള്ളിയിൽ 2 ചോദ്യം ചോദിച്ചവർ ഇന്ന് റിമാൻഡിലാണ്. ഇതാണ് ഇവിടുത്തെ മതേതരത്വം. തൃശൂരിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ ഗുരുപൂജ ദിവസം ഗുരുവന്ദനം നടത്തതിന്റെ പേരിൽ സ്കൂൾ അധികൃതർ എക്സ്പ്ലനേഷൻ എഴുതി കുഴങ്ങേണ്ടി വന്നു. പക്ഷേ പുൽക്കൂട് ഒരുക്കിയവരും കരോൾ നടത്തിയവരും മിടുക്കരായി. ഇതാണ് മതേതരത്വം. കോഴിക്കോട് ഇരിങ്ങണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ട വിദ്യാർത്ഥികൾ കറുപ്പെടുത്ത് പരീക്ഷ എഴുതാൻ വന്നപ്പോൾ കറുപ്പ് മുണ്ടെടുത്ത് വന്നാൽ പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞതും നാം കേട്ടതാണ്. അതും മതേതരത്വമാണ് അല്ലയോ? കാസർഗോഡ് ഒരു പ്യൂൺ ആയിട്ടുള്ള ഒരു ചേച്ചി പ്രസവാവധിക്ക് പോകും മുമ്പ് സഹപ്രവർത്തകർ അവർക്കായി ഒരു സ്നേഹവിരുന്ന് നടത്തി. അതിൽ ഒരു പിടി അരി വാരി അവരുടെ തലയിലിട്ടത്രേ. അതിനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്രേ. കുറ്റവാളികളെ തൂക്കിക്കൊല്ലുമായിരിക്കും. ഇതാണ് ഇവിടുത്തെ മതേതരത്വം. മുഖ്യമന്ത്രി സഖാവേ, ക്രിസ്ത്യാനികളെയൊക്കെ എരിവ് കേറ്റാം എന്നാകും നിങ്ങളുടെയൊക്കെ പൂതി. പക്ഷേ അവരത്ര തലച്ചോറില്ലാത്തവരല്ല എന്ന് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്.